അരുണാചൽ പ്രദേശിൽ മിന്നൽ പ്രളയത്തിൽ 9 പേരെ കാണാതായി. ലോവർ ദിബാങ് താഴ്വരയിലാണ് സംഭവം. കനത്ത മഴയിൽ മണ്ണിടിച്ചിലും രൂക്ഷമാണ്. നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ അത് നമുക്ക് കാണാം. അവിടെ അതിലൊരു ബൈക്ക് യാത്രക്കാരനുണ്ട്. വളരെ നോക്കൂ, ആ മണ്ണിടിയുന്ന സമയത്തും അദ്ദേഹം താഴേക്ക് പോകുന്നുണ്ട്. പക്ഷേ അത്ഭുതകരമായി അദ്ദേഹം രക്ഷപ്പെടുന്നുണ്ട്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ ഇതിൽ കാണുന്നത്. അസമിലും വെള്ളപ്പൊക്കം, ലേക്ക് നദി കര കവിഞ്ഞൊഴുകുകയാണ്. പി ബസന്ത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബസന്ത്, വലിയ പ്രകൃതി ദുരന്തമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് അസം. എന്തൊക്കെയാണത്? എത്ര ദിവസം ഉണ്ടാകും എന്നാണ് പറയുന്നത്? അരുണാചൽ പ്രദേശിലാണ് കഴിഞ്ഞ ഏതാനും ദിവസമായി വലിയ തോതിൽ കനത്ത മഴയും വെള്ളപ്പൊക്കവും ദുരിതം വിതയ്ക്കുന്നത്. ഇപ്പോൾ ലോവർ ദിബാങ്, അതോടൊപ്പം തന്നെ ലോവർ സെയ്തിയാങ് മേഖലകളിലൊക്കെ തന്നെ വലിയ തോതിൽ മഴവെള്ളം കെടുതികൾ ഉണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വലിയ തോതിൽ കുന്നിടിച്ചിലും ഉണ്ട്. തിജി നദിയുടെ ഒഴുക്ക് തടഞ്ഞുകൊണ്ടുള്ള കുന്നിടിച്ചിലാണ് അല്പസമയം മുമ്പ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണിച്ചത്. ഇതുകൊണ്ട് തന്നെ അസാമിന് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. അതിനിടയിൽ അസാമിലും സമാനമായ തരത്തിൽ വലിയ തോതിൽ മഴക്കെടുതികൾ ഉണ്ടായിട്ടുണ്ട്. ഒരു മേഖലയാകെ തന്നെ ഒറ്റപ്പെട്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വയുമായി ടെലിഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. കേന്ദ്ര സഹായം നൽകുന്ന കാര്യത്തിൽ അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയായിട്ടുണ്ട്.